ഓട നമുക്ക് വർഷങ്ങൾക്ക് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ ഇത് കൊട്ടിയൂരിൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സ്റ്റാഫുകൾ ഇപ്പോൾ ചായ ചോദിച്ചാൽ നമ്മൾ ബൂസ്റ്റ് കൊടുക്കും. നമുക്ക് ഇങ്ങനെയുള്ള മുതലാളിമാരെയാണ് വേണ്ടത്, ചായ ചോദിച്ച ബൂസ്റ്റ് കൊടുക്കുന്ന മുതലാളി. അതുകൊണ്ടാണ് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അജീഷ് എല്ലാ വർഷവും ഇവിടെ വരുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം. കൊട്ടിയൂരിലെ ഓടപ്പൂവ്, ഇത് കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കൊണ്ടുപോയി നമ്മുടെ വീടുകളിൽ, വാഹനങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ വെക്കുന്നത് വാസ്തുവിദ്യാ പ്രകാരം ഐശ്വര്യദായകമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വന്നു പോകുന്നവർ, വരാൻ സാധിക്കാത്തവർക്ക് സമ്മാനമായും കൊട്ടിയൂരിലെ ഓടപ്പൂവ് നൽകാറുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞാലോ. അജീഷ് ഒരു കൊട്ടിയൂർകാരനാണ്, അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഓടപ്പൂവ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊന്ന് പറയാമോ? ഇത് നമ്മൾ ആദ്യം ഓട കാട്ടിൽ പോയി, ഈ ഓട എന്ന് പറഞ്ഞ സാധനമാണ് ഇത്, ഓടപ്പൂ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഓട നമ്മൾ ആദ്യം പോയിട്ട്, ഇതിപ്പോൾ ഇവിടെ ഒന്നും കിട്ടില്ല, അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയയിൽ പോയിട്ട് വെട്ടും, കൊത്തിക്കൊണ്ട് വരും. അതിനുശേഷം ഇതിൻ്റെ ഈ പച്ചത്തൊലി ഉണ്ടോ ഇതിന് മേലെയുള്ള, അത് നമ്മൾ കത്തിക്കൊണ്ട് ചെത്തുകളയും. അതിനുശേഷം നമ്മൾ കല്ലിൽ വെച്ചിട്ട് വേറൊരു കല്ലുകൊണ്ട് ഇങ്ങനെ ചതയ്ക്കും. ചതച്ച് ഇങ്ങനെ ഇറക്കും. ഇറക്കിയതിന് ശേഷം നമ്മളൊരു ഏകദേശം ഒരു ദിവസം നമ്മളിത് വെള്ളത്തിലിടും. വെള്ളത്തിലിടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പുളിപ്പുണ്ട്, ഒരു കറയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ അത് എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ ചീകും. ഇതേപോലെ ഈ സാധനം ഒരു മുള്ളാണ്, ഇതും കൊണ്ട് ചീകി വൃത്തിയാക്കി പിന്നീട് ഇനിയും പണിയുണ്ട്, അത് മടക്കി തിരിച്ച് കെട്ടി, ഇതാണ് ലാസ്റ്റ് പണി എന്ന് പറയുന്നത്. അത് സെക്ഷനായിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ ഇടിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ചതയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ കുടുംബപരമായിട്ട് വീടുകളിൽ കൂടെ കുറച്ച് സ്ത്രീകളും പിള്ളേരൊക്കെ അത് ചെയ്യും. അപ്പോൾ ചില എല്ലാവർക്കും ഒരു വരുമാനമായിട്ടാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. നിങ്ങൾ ഈ കൊട്ടിയൂർ വൈശാഖോത്സവം തുടങ്ങുന്നതിന് എത്ര നാൾ മുമ്പ് ഇതിന്റെ പരിപാടികൾ തുടങ്ങും? ഒരു പക്ഷേ നമ്മൾ അങ്ങനെ തുടങ്ങാൻ പാടില്ലെന്നാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള നിയമം. നമുക്കിപ്പം സ്റ്റോക്ക് ഓട വളരെ കുറവായിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഓടയില്ലാത്തതുകൊണ്ട് നമ്മളൊരു പക്ഷേ ഒരാഴ്ച 2 ആഴ്ച മുന്നേ ചിലപ്പോൾ ഓട കൊത്തിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ സ്റ്റോക്ക് ആക്കാൻ വേണ്ടി മാത്രം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമായിട്ട്, ഇപ്പോൾ 2 കൊല്ലമായിട്ട് വളരെ കുറേ ഭക്തജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സാധനം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷം, ചിലപ്പോൾ 1 മാസമൊക്കെ മുന്നേ നമ്മൾ സ്റ്റോക്ക് ചെയ്യും. പിന്നെ വെച്ചാൽ മഴ കുറവാണെങ്കിൽ ഈ സാധനം കിട്ടത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടേൻ്റെ ഒരു മൂപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഓട മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചതയ്ക്കാനും ചെയ്യാനൊന്നും കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു മുള വരുന്നതിന് മുന്നേയായിട്ട്, ഈ ഇല വരുന്നതിന് മുന്നേ ഒരു മൂപ്പുണ്ട്. ആ മൂപ്പുള്ള സാധനം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് മഴയുടെ മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിനുണ്ട്. അപ്പോൾ ഈ സാധനത്തിന് വളരെ ക്ഷാമമാണ് ഇപ്പോൾ ശരിക്കും നിലവിൽ. എന്നാലും നന്നായി പോകുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ഈ കൊല്ലം നമുക്ക് കുറച്ച് മഴ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട കുറച്ച് ഉണ്ട്. ശരി, ഇത് എവിടെയാണ് ഇത് സാധാരണ കിട്ടുന്നത്? ഈ ഓട പൂക്കുന്നത് എവിടെയാ, ഓട ഉണ്ടാവുന്നത് എവിടെയാ? ഓട നമുക്ക് വർഷങ്ങൾക്ക് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ ഇത് കൊട്ടിയൂരിൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം വംശനാശ ഭീഷണി നേരിട്ടത് പോയി. ഇപ്പൊ നമുക്ക് ഫോറസ്റ്റ് ഏരിയയിൽ പോകണം, പിന്നെ ആ ഫാമിൽ അവിടെയൊക്കെ പോയി കിട്ടും. അത് നമ്മൾ കുറച്ച് പൈസ എല്ലാം കൊടുത്തിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നതിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. അതിന്റെ തിരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഒരു റവന്യൂ ലഭിക്കുന്നുണ്ടോ? അതെ. ഇപ്പോൾ ഉത്സവ സമയത്ത് നമുക്ക് ഒരു പൂവിന് ഇത്ര പൈസ നമ്മൾ മേടിക്കുമ്പോൾ അതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ട്. ഉണ്ട്. ആ വില കൊടുത്താൽ നമ്മൾ അതിനകത്ത് ഉണ്ട്, നല്ല എഫക്ട് ഉണ്ട്. എങ്ങനെയാണ് മുതലാളി, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ ഒരുപാട്? ഇല്ല, വളരെ നല്ല സപ്പോർട്ടുള്ള ആളാണ്. വളരെ തൊഴിലാളികളുടെ സുഹൃത്തുക്കളുമാണ്. പിന്നെ സ്റ്റാഫുകൾ ഇപ്പോൾ ചായ ചോദിച്ചാൽ നമ്മൾ ബൂസ്റ്റ് കൊടുക്കും. നമുക്ക് ഇങ്ങനെയുള്ള മുതലാളിമാരെയാണ് വേണ്ടത്, ചായ ചോദിച്ച ബൂസ്റ്റ് കൊടുക്കുന്ന മുതലാളി. അതുകൊണ്ടാണ് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അജീഷ് എല്ലാ വർഷവും ഇവിടെ വരുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അജീഷ് എന്ന് മാത്രമല്ല, ഇവിടെയുള്ള തൊഴിലാളികളുടെ എല്ലാ മുഖത്തൊരു സന്തോഷം ഉണ്ടായിട്ട് കാരണക്കാരൻ ഈ മുതലാളിയാണ്. തീർച്ചയായിട്ടും. എന്താണ് പേര്? എന്റെ പേര് ദിലീഷ്. ഞാൻ ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെല്ലാം ഇവിടെയുള്ള ആൾക്കാരാണ്. ഈ ഒരു മാസം നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സംരംഭം വിജയിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ റിസോർട്ടിന്റെ പരിപാടിയായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. എല്ലാവരും ഓരോരോ പരിപാടിയായിട്ട് വീണ്ടും അടുത്ത വർഷം ഇതേ സമയം പെരുമാളിന്റെ ഒരു കടാക്ഷം കൊണ്ട് വീണ്ടും എല്ലാവരും ലോകത്തിൽ ഒന്നിച്ച് ഇവിടെ ഉണ്ടാവും. ഇത് ഷിബു ആണ്. ഷിബു, ഇവിടെ എന്താണ് ഈ ഓടപ്പൂവിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മളോട് വിശദീകരിക്കും. അപ്പം ഇങ്ങനെ പൂ തിരിച്ച് മറിച്ചിടുക, വള്ളി എടുക്കുക. ഞാൻ തന്നെ ഇതിനൊരു 1.5 മിനിറ്റ് ആയി. അവിടെ ചെയ്ത് തരുന്നത് എനിക്ക് 1.5 മിനിറ്റ് ആയി. ഇങ്ങനെ മറിച്ച് തിരിച്ച്
വള്ളിയാക്കി കൊടുക്കുക. ഇതുള്ളൂ എൻ്റെ പണി. അവിടെ തൂക്കും, അവിടെ സൈല്. ഇവിടെ ഒരു സുന്ദരൻ ഇരിപ്പുണ്ട്. സുന്ദരന്റെ പേര് ചോദിക്കാം. എന്താ പേര്? സുന്ദര കാശിനാഥ്. കാശിനാഥ്. ഇവിടെ ഓടപ്പൂ ഉണ്ടാക്കുകയാണോ? അതെ, മറിച്ച് വള്ളി കെട്ടാൻ. ഈ സമയത്ത് എല്ലാ വർഷവും വരുമോ? സ്വന്തമായിട്ട് കടയുണ്ടായിരുന്നു, ഈ കൊല്ലം കടയില്ലാത്തോണ്ട് ഇവിടെ കയറിയത്. എത്ര രൂപ ഉണ്ടാക്കും മോനെ ഒരു മാസം? ഒരു പൂവാക്കുന്നതിന് 2 രൂപ. 1000 എണ്ണൊക്കെ മറിച്ച പൈസ കയറും. 500 എണ്ണൊക്കെ മറിച്ച 1000 രൂപയ്ക്ക് കിട്ടും. അപ്പോ നിനക്ക് എന്തിനാ പഠിക്കുന്നത്? +2 കഴിഞ്ഞു. ഈ പൈസ എന്ത് ചെയ്യും? ഇനിയിപ്പോ അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ പുതിയ ഫോൺ അങ്ങനെ എടുക്കാൻ. പുതിയ ഫോൺ, അതിനാണ് പ്രാധാന്യം. അല്ലെ അഡ്മിഷൻ എടുക്കാൻ അങ്ങനെ കൊടുക്കും. വീട്ടിൽ കൊടുക്കുവോ? വീട്ടുകാർക്ക് ഇഷ്ടമാണോ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത്? അച്ഛന് സ്വന്തമായിട്ട് കടയുള്ളതാ. അപ്പൊ ഓടപ്പൂവിന്റെ ഈ വർഷത്തെ വരുമാനം എടുത്ത് പുതിയ ഫോൺ വാങ്ങിയിരിക്കുന്ന കാശിനാഥനാണ്. കാശിനാഥൻ ഇത്തവണ ഇഷ്ടംപോലെ പൈസ കിട്ടട്ടെ കേട്ടോ. ഇനിയും ദിവസങ്ങളുണ്ട്, ഒരുപാട് വരട്ടെ, ഒരുപാട് പൈസ കിട്ടട്ടെ.